യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് പഴയന്നൂർ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടത്തിയത്. തുടർന്ന് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സജിത് എളനാട്, ബിജു വി നായർ, ബാലകൃഷ്ണൻ നായർ, വിനോദ് മണലാടി, ഹബീബ് റഹ്മാൻ, സെയ്ദാലി KM, PK പ്രകാശൻ, ഗോകുൽ, പത്മകുമാർ എന്നിവർ സംസാരിച്ചു. സുമേഷ്, പ്രജിത്ത്, രഞ്ജിത്ത്, അഭിഷേക്, മറ്റ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും മാർച്ചിൽ പങ്കെടുത്തു. ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് രാഹുൽ മാങ്കുട്ടത്തിന് വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ ഒരു മുന്നറിയിപ്പ് ഒന്നും കൂടാതെ പോലീസ് നമ്മുടെ ആ പ്രസിഡന്റിനെ വീട്ടിൽ നിന്നും ബലമായി പിടിച്ചിറക്കി കൊണ്ടുവരുന്ന കാഴ്ച നമ്മളിന്ന് കണ്ടത്. ഇന്നലെ കൊല്ലത്തുകൂടെ നെഞ്ചും വിരിച്ച് പരിപാടിയിലൂടെ ലൈവായിട്ട് നടന്നുകൊണ്ടിരുന്ന നേതാവിനെ അപ്പോൾ ഒന്ന് അറസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഈ പോലീസ് ഇന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് നിർബന്ധപ്രകാരം പിടിച്ചു വലിച്ച് അറസ്റ്റ് ചെയ്യുന്ന രംഗമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതിനെതിരെ ശക്തമായ രീതിയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കും. പിന്നെ ഇതൊരു താക്കീതാണ്. ഇത് ചെറിയ രീതിയിലുള്ള പ്രതിഷേധമായി കാണേണ്ട, ഇതൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ഇതിൽ നിന്നും പഠിച്ചില്ലെങ്കിൽ വലിയ രീതിയിൽ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. ഇതൊരു പിണറായിയുടെ പോലീസിനെതിരെ താക്കീതാണ്. ഇത് വെറും നിസ്സാരമായി നിങ്ങൾ കാണേണ്ട പല പ്രതിഷേധ പരിപാടികൾ കാണിച്ച ഒരു സംഘടനയാണ് യൂത്ത് കോൺഗ്രസ്. ഇതിലൊന്നും കണ്ടുപഠിച്ചില്ലെങ്കിൽ പോലീസിനോട് ഇത് താക്കീതായി പറയുന്നു, യൂത്ത് കോൺഗ്രസ് താക്കീതായിട്ട് തന്നെ പറയുന്നു. ഇത് ഒരു പ്രതിഷേധ പരിപാടി നിങ്ങൾ കണ്ടിട്ട് ഇതിനെതിരെ യൂത്ത് കോൺഗ്രസിൽ ഇനി ആരെങ്ങൾക്ക് നേരെ നിങ്ങളുടെ കൈ ഊർന്നത് കണ്ടാൽ തിരിച്ച് അതേ നാണയത്തിൽ തിരിച്ചടിക്കുമെന്ന് ഞങ്ങൾ വെല്ലുവിളിച്ച് തന്നെ പറയുകയാണ്. ഈ പരിപാടിയുടെ പഴയന്നൂരിലെ കർമ്മധീരരായ പ്രവർത്തകരെ നമുക്കറിയാം, ഇന്ന് പുലർച്ചെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ ഒരു ഭീകരവാദിയെ പിടികൂടുന്നത് പോലെ കേരള പോലീസ്, തിരുവനന്തപുരത്തെ കൻ്റോൺമെൻറ്റ് പോലീസ്, പത്തനംതിട്ട അടൂരിൽ വന്ന് പുലർച്ചെ വാതിലിൽ മുട്ടി വിളിച്ച് അമ്മയും പെങ്ങളുമൊക്കെ ഉള്ളപ്പോൾ എല്ലാവിധ മര്യാദകളും ലംഘിച്ചുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തെ കസ്റ്റഡിയിലെടുത്തത്. കഴിഞ്ഞ 14 ദിവസമായി ഈ കേസ് ചാർജ് ചെയ്തത്. സെക്രട്ടേറിയറ്റിൽ സഖാവ് ശ്രീ പിണറായി വിജയൻ്റെ മൂക്കിൻ്റെ തുമ്പിൽ തന്നെയായിരുന്നു ഈ 14 ദിവസവും രാഹുൽ മാങ്കൂട്ടം ഉണ്ടായിരുന്നത്. നെഞ്ചു വിരിച്ച് ആൺകുട്ടികളെ പോലെ തന്നെയാണ് അദ്ദേഹം കൊല്ലത്തും തിരുവനന്തപുരത്തും എറണാകുളത്തും വിവിധ പരിപാടികളിൽ പങ്കെടുത്തത്. എന്നിട്ടും ഒരു ഭീകരവാദിയെ പിടിക്കുന്ന പോലെ പിടിക്കുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ സഹതാപം തോന്നുന്നത് കേരള പോലീസിനോടാണ്. ഇതുപോലെ കേരള പോലീസ് മുട്ടിലടയുന്ന സാഹചര്യം, നട്ടെല്ല് AKG സെന്ററിൽ പണയം വെച്ച് പണിയെടുക്കുന്ന സാഹചര്യം ഇതിനു മുമ്പ് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ആ പോലീസിന്റെ മാനസികാവസ്ഥയാണ്. ഒരു ഭാഗത്ത് ഗവർണറെ കരിങ്കൊടി കാണിക്കുന്ന DYFIക്കാർക്കും SFIക്കാരുടെയും ചെരുപ്പ് നക്കുന്ന പോലീസ്, വ്യാജ ഡിഗ്രി കേസിൽ SFI നേതാക്കന്മാർക്കും അവരുടെ വനിതാ നേതാക്കന്മാർക്കും താമസിക്കാനുള്ള സൗകര്യമൊരുക്കുന്ന നട്ടെല്ല് പണയം വെച്ച കേരള പോലീസ് ഒരു ഭാഗത്ത്, മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരെ അതിക്രൂരമായി വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന പിണറായിയുടെ പോലീസ്. കേരളത്തിലെ പോലീസിനെ 2 സ്വഭാവത്തിലേക്ക് പിണറായി മാറ്റിയിരിക്കണം. ഒന്ന്, കേരളത്തിലെ പോലീസിനെ ആകെ പ്രവർത്തിക്കാനും പ്രവർത്തിക്കാതിരിക്കാനും പറ്റാത്തൊരു സാഹചര്യത്തിൽ കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് പിണറായി സർക്കാരിൻ്റെ അടിമകളാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതേ സമാനമായ സാഹചര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് പശ്ചിമ ബംഗാളിലും ഉണ്ടായിരുന്നത്. അവിടുത്തെ പോലീസിനെയും അവിടുത്തെ സർക്കാർ ജീവനക്കാരെയും CPMന്റെ അടിമകളാക്കി കണക്കാക്കി ഭരണം നടത്തിയതിൻ്റെ ദുരന്തമാണ് പശ്ചിമ ബംഗാളിൽ സഖാവ് എന്ന് കേട്ടാൽ ആളുകൾ ചേർന്ന് തല്ലിക്കൊല്ലുന്ന സാഹചര്യത്തിലേക്ക് അവിടുത്തെ രാഷ്ട്രീയം മാറിയത്. അതേ രാഷ്ട്രീയം തന്നെയാണ് ത്രിപുരയിലെയും ഇവർ നടത്തിയത്. ത്രിപുരയിലെയും ബംഗാളിലെയും രാഷ്ട്രീയത്തിന് ശേഷം കേരളത്തിൽ ഇന്ത്യയിലെ അവസാനത്തെ ഒരു കൊടി ഭരണം നടത്തുന്ന കേരളത്തിൽ CPMന്റെ ഭരണം അവസാനിപ്പിക്കാനുള്ള കരാറെടുത്തുള്ള പിണറായി വിജയനോട് എന്തായാലും ഞങ്ങൾക്ക് വളരെയേറെ നന്ദിയുണ്ട്. എല്ലാ ജനവിഭാഗങ്ങളെയും വെറുപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരു ഏകാധിപത്യമായ രീതിയിൽ
അടിയന്തരാവസ്ഥ കാലത്ത് നടക്കുന്ന പോലുള്ള ക്രൂരമായ സ്വേച്ഛാധിപത്യ ഭരണം നടത്തുന്ന രീതിയിൽ തനി ഹിറ്റ്ലറുടെ പതിപ്പ് കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പിണറായി സർക്കാർ ഒരു കാര്യം ഓർക്കണം, വെല്ലുവിളിക്കുന്നത് കേരളത്തിലെ യുവാക്കളെയാണ്, കേരളത്തിലെ യുവജനങ്ങളെയാണ്. യുവജനങ്ങൾ തെരുവിലിറങ്ങിക്കഴിഞ്ഞാൽ ഈ ഭരണത്തിന് അധികകാലം ആയുസുണ്ടാവില്ല. ഇത് ഇന്ത്യയിലെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റിന്റെ അവസാനത്തെ ഭരണമായിരിക്കും പിണറായി വിജയന്റെ ഭരണം. നാളത്തെ PSC പരീക്ഷകളിൽ, നാളത്തെ ചോദ്യങ്ങളിൽ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ആരായിരുന്നു ഇന്ത്യയിൽ എന്ന് ചോദിച്ചാൽ കുട്ടികൾ ഉത്തരവെഴുതും, സഖാവ് പിണറായി വിജയനായിരുന്നു അതെന്ന്. അത് ഓർക്കുന്നത് എപ്പോഴും പിണറായി വിജയനും പഴയന്നൂരിലെയും കേരളത്തിലെയും സഖാക്കൾക്കും ഒരു താക്കീതാണ്, ഒരു ഓർമ്മപ്പെടുത്തലാണ്. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതുകൊണ്ടോ അദ്ദേഹത്തിന് ജാമ്യം നിഷേധിച്ചതുകൊണ്ടോ നിങ്ങൾ നടത്തിയ നവകേരള ഗുണ്ടാ സദസ്സിനെതിരെയുള്ള പ്രതിഷേധം അടങ്ങുന്നില്ല, അത് കൂടുതൽ ആളിക്കത്തുകയുള്ളൂ. നിങ്ങൾ എത്രമാത്രം പോലീസിന്റെ ബലിഷ്ഠമായ കരങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ എത്രമാത്രം അതിക്രൂരമായ വേട്ട നടത്തിയാലും അതിനെതിരെ 1-ൽ നിന്ന് 1000-ത്തിലേക്ക്, 1000-ൽ നിന്ന് 10,000-ത്തിലേക്ക് എന്ന പോലെ ചെറുപ്പക്കാർ തെരുവോരങ്ങളിൽ ചോരയൊലിച്ചും ജീവൻ കൊടുത്തും ഈ പ്രസ്ഥാനത്തെ നിലനിർത്തും. ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ തെരുവോരങ്ങളിൽ പോരാടും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി നടത്തിയ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനത്തിന് പങ്കെടുത്ത യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈത്ത്, ബിജോട്ടൻ, സൂരാട്ടൻ, എല്ലാവർക്കും നന്ദി.